സർക്കാർ പങ്കാളിത്തമുള്ള സർക്കാർ കമ്പനി ആദ്യമായിട്ടായിരിക്കും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വരുന്നത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിന് ഒളിഞ്ഞു മാറാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന മാസപ്പടി എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈപ്പറ്റിയ മുഖ്യമന്ത്രിയും മകളും അതിനുവേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത സർക്കാരും സർക്കാർ കമ്പനികളും ഇന്ന് ഗുരുതരമായ തട്ടിപ്പ് നടത്തി എന്നുള്ള നിലയിലേക്കുള്ള അന്വേഷണം നേരിടുമ്പോൾ. നമസ്കാരം. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിനു ശേഷം, കേരളത്തിൽ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെയും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഒരു അന്വേഷണം വന്നിട്ടില്ല, അഴിമതി ആരോപണത്തിൽ പെട്ടിട്ടില്ല. സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, ധാരാളം കമ്പനികൾ കേരളത്തിൽ നിലവിലുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം പലപ്പോഴും പല സന്ദർഭങ്ങളിലായി പല വിധത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയക്കാരുടെ പങ്കുകളും പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു അന്വേഷണം വരുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി കരിമണൽ കമ്പനിയായ CMRൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി വാങ്ങി എന്ന കേസിലാണ് മാത്യു കുഴൽനാടൻ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്ന് നിയമസഭയിൽ പറഞ്ഞത്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവന വേതന വ്യവസ്ഥ പ്രകാരം ഇടപാട് നടന്ന സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തു പറയാനാണ്, അതിനവർ അതായത് എക്സാലോജിക്ക് കൃത്യമായി GSTയും അടച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി രണ്ടുവരി കവിത പോലെ അന്ന് നിയമസഭയിൽ പറഞ്ഞത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇങ്ങനെ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് വീണ വിജയനോടോ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനോടോ വിശദീകരണം തേടിയിരുന്നില്ല എന്നുകൂടി മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി. എന്നാൽ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണം നടക്കുന്ന ഈ അവസരത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം വീണ വിജയനും വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയും നേരിടുകയുണ്ടായി. അവർ വീണ വിജയനും വീണ വിജയന്റെ കമ്പനിക്കും നോട്ടീസ് അയച്ചു. പക്ഷേ അവിടെയൊന്നും വീണ വിജയന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണവും ഉണ്ടായില്ല. അഥവാ ROCക്ക് മുമ്പിൽ ഒരു കാരണവശാലും തൃപ്തികരമായ വിവരങ്ങളോ രേഖകളോ നിർത്തി വീണ വിജയന് തന്റെ വശം വിശദീകരിക്കുവാൻ ആയില്ല. അവർ ഒരു വിവരവും ROCക്ക് നൽകിയില്ല. ഇതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണ വിജയനെതിരെയും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയും വരുന്നത്. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി തേടിക്കൊണ്ട് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷം ഇത്തരം ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് കണ്ടറിഞ്ഞ ഭരണപക്ഷ കക്ഷികൾ അടിയന്തര അനുമതിയുടെ നോട്ടീസ് വായിക്കുന്നതിന് മുമ്പേ തന്നെ പ്രതിപക്ഷത്തെ തടയുകയായിരുന്നു. സ്പീക്കർ ഇത് നിഷേധിക്കുകയായിരുന്നു. ഇതിനുശേഷം നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം അവിടെ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി പുറത്തേക്ക് വരികയായിരുന്നു. കേരളം കൊള്ളയടിച്ച PV എന്ന് എഴുതിയ ബാനറുമായി തന്നെയായിരുന്നു ഇവർ സഭയ്ക്ക് പുറത്തേക്ക് ഒന്നടങ്കം പ്രതിഷേധവുമായി ഇറങ്ങി വന്നത്. ഈ അവസരത്തിൽ പ്രതിപക്ഷ കക്ഷികളെ മാധ്യമങ്ങൾ വളയുകയുണ്ടായി. തത്സമയത്ത് മുഖ്യമന്ത്രിക്ക് എതിരെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയും മാസപ്പടി വിവാദം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഇപ്പോഴും സജീവമായി നിലനിർത്തിക്കൊണ്ട് വിമർശനാത്മകമായി കേരള സർക്കാരിനെയും CPMനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നിരന്തരം സമൂഹത്തിൽ വിമർശനങ്ങൾ ഉയർത്തിവിടുന്ന മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിക്കെതിരെ ഇന്നേ വരെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിട്ടില്ല എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. KSIDC എന്ന സ്ഥാപനം അത് കേരള സർക്കാരിന് പങ്കാളിത്തമുള്ള സ്ഥാപനം തന്നെയാണ്. ഈ സ്ഥാപനത്തിലേക്ക് കൂടി ഇപ്പോൾ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിരിക്കുന്നു. അതായത് കേരള സർക്കാരിന് തന്നെ അപമാനകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത്. നഗ്നമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 1,72,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും
മാസപ്പടി ഇനത്തിൽ കൈപ്പറ്റിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ KSIDCക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. KSIDCയിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വരുന്നു എന്നുള്ളത് തന്നെയാണ് മാത്യു കുഴൽനാടൻ എടുത്തു പറഞ്ഞത്. മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായി തന്നെ എന്തൊക്കെയോ ഒളിക്കുന്നു. മുഖ്യമന്ത്രിക്ക് കൃത്യമായി തന്നെ എന്തൊക്കെയോ ആരെയൊക്കെയോ മുഖ്യമന്ത്രി ഭയക്കുന്നു. മോളെ ഏത് വിധേനയും സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിയമസഭയിൽ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അനുവദിക്കാതെ മുഖ്യമന്ത്രിയും സ്പീക്കറും ഒത്തുകളിച്ചത് എന്നാണ് മാത്യു കുഴൽനാടൻ തുറന്നടിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശാനുസരണം മാസപ്പടി വിവാദം താൻ ഇനിയും കൂടുതൽ ഗൗരവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ പാർട്ടിയും പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ കമ്പനിയും കാണിച്ചിരിക്കുന്ന അഴിമതികൾ ഒന്നൊഴിയെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ പറയുന്നത്. ഈ വിഷയത്തിൽ നിന്ന് ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. കേരളത്തിന്റെ ഭരണാധികാരി എന്ന രീതിയിൽ തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒളിച്ചോടുവാൻ സാധിക്കില്ല. KSIDC എന്ന സ്ഥാപനത്തിന് കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടി അതിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. KSIDCക്ക് CMRL 13% ഓഹരിയുണ്ട് എന്നറിയുമ്പോൾ ഇതിന്റെ പരോക്ഷമായ നിയന്ത്രണം സർക്കാരിന്റെ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നടപടിക്രമങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് അവരുടെ രേഖകളിൽ കാണാനാവുന്നത് എന്ന് തന്നെ മാത്യു കുഴൽനാടൻ, നിയമജ്ഞൻ കൂടിയായ മാത്യു കുഴൽനാടൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും താൻ വച്ചകാൽ പുറകോട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശാനുസരണം ഇത്തരം വിഷയങ്ങൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ താൻ ഇനിയും കൊണ്ടുവരും. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള കള്ളനാണയങ്ങളെ താൻ തുറന്നു കാണിക്കും എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത്. മാത്യു കുഴൽനാടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് നമുക്കും ഒന്ന് കേൾക്കാം. കേരളത്തിൽ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രിയുടേതെന്നല്ല, ഒരു മന്ത്രിയുടെയുമായി ബന്ധപ്പെട്ട് പോലും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെയും ആയി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വന്നിട്ടില്ല. മാത്രമല്ല, ദശലക്ഷക്കണക്കിന് കമ്പനികൾ പ്രവർത്തിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 3-4 വർഷം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, 34 കമ്പനികൾ, 22 കമ്പനികൾ, 28 കമ്പനികൾ, ഇങ്ങനെ ഏകദേശം 42 കമ്പനികൾ, ഇങ്ങനെ എണ്ണപ്പെട്ട കമ്പനികൾ മാത്രമാണ് ഈ ഗുരുതരമായ തട്ടിപ്പിന്റെ അന്വേഷണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. സമാനമായ നിലയിൽ അതിഗുരുതരമായ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മകൾ അടക്കം ഉള്ള കമ്പനിയും ഒരു സർക്കാർ കമ്പനിയും അല്ലെങ്കിൽ KSIDC എന്ന് പറയുന്ന സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നേരിടുന്നത് ഞാൻ പരിശോധന മനസ്സിലാക്കിയത് സർക്കാർ പങ്കാളിത്തമുള്ള സർക്കാർ കമ്പനി ആദ്യമായിട്ടായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അണ്ടറിൽ വരുന്നത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിന് ഒളിഞ്ഞു മാറാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന മാസപ്പടി എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈപ്പറ്റിയ മുഖ്യമന്ത്രിയും മകളും അതിനുവേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത സർക്കാരും സർക്കാർ കമ്പനികളും ഇന്ന് ഗുരുതരമായ തട്ടിപ്പ് നടത്തി എന്നുള്ള നിലയിലേക്കുള്ള അന്വേഷണം നേരിടുമ്പോൾ അതല്ലാതെ ഏത് വിഷയമാണ് നിയമസഭ ചർച്ച ചെയ്യേണ്ടത്? എന്നാൽ ആ ചർച്ചയെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസം അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയ നോട്ടീസ് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ സീറ്റ് വിട്ടിറങ്ങി പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അവർ എന്ത് വില കൊടുത്തും ഇത് ചർച്ച ചെയ്യിപ്പിക്കില്ല, ഈ വിഷയം നിയമസഭയിൽ ഉന്നയിപ്പിക്കില്ല എന്നുള്ള നിശ്ചിതമായ തീരുമാനത്തോടു കൂടിയാണ് വന്നത്. അവർ വളരെ കരുതലോടുകൂടി ഈ വിഷയം ഉന്നയിക്കുന്നതിനെ സർക്കാരും മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നതുകൊണ്ടാണ് ഇന്ന് സ്പീക്കർ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി, താല്പര്യങ്ങൾക്ക് വഴങ്ങി പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഹരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശാനുസരണം ഞാൻ ഈ വിഷയം വീണ്ടും ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉന്നയിച്ച് ഇതിന്റെ യാഥാർത്ഥ്യം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും.